രസമുണ്ടായിരുന്നു. സെക്കൻഡ് എനിക്ക് കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് തോന്നി. 2 എപ്പിസോഡ് നമ്മളിപ്പോൾ കണ്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് എപ്പിസോഡ് ലില്ലിക്കുട്ടി ഗ്രേസ് ചേച്ചിയുടെ എപ്പിസോഡ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പിന്നെ ഒരു ക്യാരക്ടർ സെറ്റിങ്ങും അറ്റ്മോസ്ഫിയർ സെറ്റിംഗ് ആയതിൻ്റെ ഒരു ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലില്ലിക്കുട്ടിയിലെത്തിയപ്പോൾ ഭയങ്കര രസമുണ്ട്, കുറേ ചിരിക്കാനുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ തിയേറ്ററിൽ നല്ല ചിരിയായിരുന്നു. അപ്പോൾ അത് അതെന്താ വെച്ചാൽ ക്യാരക്ടർ എങ്ങനെയാണല്ലോ അതിൻ്റെ ആ ഒരു ഹൈല് അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അത് നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ചിരിപ്പിക്കുന്നുണ്ട് നമ്മളെ. രസമായിരുന്നു. അതെ, അല്ല ഇനിയപ്പോൾ അതിൻ്റെ എല്ലാം വേറെ വേറെ രീതിക്കായിരിക്കും തോന്നുന്നു. കാരണം ഫസ്റ്റ് എപ്പിസോഡ് പോലെ അല്ല സെക്കൻഡ് എപ്പിസോഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ബാക്കി ഏത് ജോണറ പിന്നെ ഏത് രീതിയിലാണ് നമ്മളെ എക്സ്പീരിയൻസ് വരിക എന്നൊക്കെ അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ഇതിനകത്തൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. 3ാമത്തെ എപ്പിസോഡിലാണ് വരുന്നതെന്ന് തോന്നുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട് കാണുന്നത്. ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് തോന്നി. എല്ലാം നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. സുരാജേട്ടൻ അപ്പോൾ കഴിഞ്ഞ പടം ചെയ്തതും സുരാജേട്ടനും ഗ്രേസും ഉണ്ടായിരുന്നു അതിൽ എൻ്റെ കൂടെ. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. അതെ അതെ അതെ, കാരണം ഭയങ്കര രസമായിരുന്നു. കാരണം ഇത് OTTക്ക് വേണ്ടി ചെയ്തൊരു വർക്കാണല്ലോ. പക്ഷേ തിയേറ്ററിൽ ഇത്രയും ചിരി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് രസമായിട്ട് വരുമെന്ന് തോന്നുന്നു എനിക്ക് OTTയിൽ. അതെ അതെ, അത് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് പറഞ്ഞായിരുന്നു ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് കൂടെ സുരാജേട്ടനും കൂടെ ആകുമ്പോൾ പറയണ്ടല്ലോ. 3ാമത്തേതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ അതെ, വലിയ ക്യാരക്ടറൊന്നും അല്ല, ഒരു ചെറിയ ക്യാരക്ടറാണത്. അധികം സ്പേസ് ഒന്നും ഇല്ല. പക്ഷെ ഉള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സംഭവമായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എൻ്റെ ശ്വേത ചേച്ചിയായിട്ടായിരുന്നു കോമ്പിനേഷൻ. അത് കാണുമ്പോൾ അറിയാം, എനിക്കൊന്ന് OTTയിൽ വരുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. താങ്ക് യു. ചെയ്തേക്കണേ കനി കുസൃതി ചേച്ചിയുടെ കൂടെയാണ്. അപ്പോൾ നേര് കഴിഞ്ഞ് എൻ്റെ ഇറങ്ങാൻ പോകുന്ന അടുത്ത റിലീസായിരിക്കും ഈ നാഗേന്ദ്രൻ ചണിമുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു വെഞ്ചറാണ്, കോമഡിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് സുരാജ് വെഞ്ഞാറമൂടിയാണ്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ എനിക്കൊന്ന് ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് എനിക്ക് നേരിൽ അവസരം വന്നത്. അപ്പോൾ സുരാജേൻ്റെ അടുത്താണ് ഞാൻ ആദ്യം പറയണത്, ഇങ്ങനെ ജിത്തു സാർ എന്നെ വിളിച്ചിരുന്നു, നേര് സിനിമയിൽ എനിക്ക് വില്ലനായിട്ടുള്ള കഥാപാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസവും സുരാജേട്ടനെ കണ്ടപ്പോൾ അദ്ദേഹം തന്ന ഒരു ബ്രദർലിഹുഡും അല്ലെങ്കിൽ അദ്ദേഹം ഇത് മൊത്തം കണ്ടിട്ട് അദ്ദേഹം തന്നൊരു കോൺഫിഡൻസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ സാധനം ഭയങ്കര വർക്കായിട്ടുണ്ട്, രസമായിട്ടുണ്ട്. നമ്മുടെ ഒരു ഗ്യാങ്ങിൻ്റെ പരിപാടിയൊക്കെ, ഒരു ഗ്യാങ്ങാണ് ഞങ്ങളുടെ. അപ്പോൾ അത് 5ാമത്തെ എപ്പിസോഡാണ്. 2 ഇപ്പോൾ പ്രിവ്യൂവിൽ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇനിയും ഒരുപാടധികം കോമഡി എന്താ പറയുക കുറേ രംഗങ്ങൾ വരുന്നുണ്ട്. ബാക്കിയുള്ള എപ്പിസോഡ്സൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെയും ഭയങ്കര ഔട്ട് ആൻഡ് ഓഫ് കോമഡിയാണ്. ഇതിലിപ്പോൾ കണ്ടതിലിപ്പോൾ സുരാജേട്ടൻ്റെയും ഗ്രേസിൻ്റെയൊക്കെ ആൽഫിയുടെയൊക്കെ ഗംഭീര എടുത്തു പറയാൻ അലക്സാണ്ടർ പ്രശാന്തേൻ്റെ ഒരു ത്രൂ ഔട്ട് റോളാണ്. ലൈക്ക് ഗംഭീരമായിട്ട് അദ്ദേഹം സുരാജേട്ടൻ്റെ കൂടെ ത്രൂ ഔട്ട് ചെയ്യുന്നൊരു നല്ലൊരു ക്യാരക്ടറാണ് അലക്സാണ്ടർ. ഞങ്ങളുടെ എപ്പിസോഡിലും എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ഒരു നുള്ളി ഇത് കൊണ്ടുപോകുന്നത്. ഈ പരിപാടി മൊത്തം സുരാജേട്ടനെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന അലക്സാണ്ടർ പ്രശാന്തേട്ടനാണ്. അപ്പോൾ ഇവരുടെ ഒരു ഗ്യാങ്ങും ഒരു പരിപാടിയും നമ്മുടെ എപ്പിസോഡൊക്കെ രസമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും 19 ഇനി വരാൻ പോകുന്ന റിലീസ് ചെയ്യുന്ന ദിവസം 19-ാം തീയതി എല്ലാവരും കാണണം Disney+ Hotstar. വെരി ഹാപ്പി ടു ബി അസോസിയേറ്റഡ് വിത്ത് Disney+ Hotstar അഗെയിൻ ആഫ്റ്റർ നിയർ. താങ്ക് യു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാനിവിടെ വന്നത്. അച്ചുവും സഞ്ജയും വിളിച്ച് പറഞ്ഞപ്പം വന്ന് കാണണമെന്ന് പറഞ്ഞു. 19-ാം തീയതി ഹോട്ട്സ്റ്റാറിൽ ആരംഭിക്കുകയാണ്. പക്ഷേ വന്നത് വളരെ സന്തോഷപൂർവ്വം ഞാനിവിടെ ഈ 2 എപ്പിസോഡ് കണ്ട് ഇറങ്ങി. വളരെ നന്നായിട്ടുണ്ട്. വളരെ നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡ് വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി സെക്കൻഡ് എപ്പിസോഡ് അല്ലെങ്കിൽ ഗ്രേസ് ആൻ്റണി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഭയങ്കര ഒരു ഡിഫറൻ്റാണ്. ആർക്കും ഒരു കൈയടക്കത്തിൽ ചെയ്യാൻ പറ്റാത്തൊരു വേഷം ഗ്രേസ് മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നിതിൻ അത് ഗംഭീരമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറമാൻ ആ പുള്ളിയുടെ വർക്കും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസാണ്. പിന്നെ ഇത് ശരിക്കും തിയേറ്ററിൽ കണ്ടാൽ ഭയങ്കര ഒരു എല്ലാവർക്കും ഭയങ്കര അപ്രിസിയേഷൻ ഉണ്ടാകുന്നൊരു സബ്ജക്റ്റാണ്. പക്ഷേ വെബ് സീരീസിലാണ്, ഹോട്ട്സ്റ്റാറിലാണ് വരുന്നത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ബാക്കി എല്ലാ എപ്പിസോഡും ഡിഫറെൻ്റാണ്. ഡിഫറെൻറ്റ് ലൊക്കേഷൻസാണ്, ഡിഫറെൻറ്റ് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് ഇതിന് വരും. ഇതെന്തായാലും ഇത് ഹോട്ട്സ്റ്റാറിൽ ഇതൊരു തരംഗമായിരിക്കും. ഓക്കെ, താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.